മമ്മൂക്കട അയിനാട്ടം വിനായകൻ നമ്മൾ ട്രെയിലർ പോലും നല്ല ഇത് ട്രിപ്പിളായിട്ട് നമ്മള് വിപ്പിയും നല്ലത് ഇത് സൂപ്പർ ഡൂപ്പറായിട്ട് ഞാൻ വെച്ച് ഈ ഫിലിം ലോ ആവില്ല ഇപ്രാവശ്യം ക്രിസ്മസും ന്യൂ ഇയറും കിടക്കും ഉറപ്പാ തൂക്കി 100 വട്ടം തൂക്കി. മ്യൂസിക് തോറ്റു പോകുന്നായിരുന്നു പറഞ്ഞത്. അതിനെ പറ്റി എന്തും പറയുന്നത് അതൊന്നും അപ്പോൾ പടത്തിന് എന്താണെന്ന് ആവശ്യം അത് ചെയ്യാമെന്നുള്ളത്. തിയേറ്റർ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? തിയേറ്റർ ഇത് അവിടെ ഓഡിയൻസിനോട് ഇരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? അത്യാവശ്യം നല്ല ഹാപ്പിനെസ് തന്നെയായിരുന്നു. എക്സൈറ്റഡ് ആയിരുന്നു. അതെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എന്തായാലും. പ്രത്യേകിച്ച് നല്ല തിയേറ്റേഴ്സിന് കാണാമെന്ന്. ചേട്ടാ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എക്കോ ഇറങ്ങി, അത് സൂപ്പർ ഹിറ്റ്. ഇപ്പോൾ കളങ്കാവിൽ ഇറങ്ങുന്നു, അതും സൂപ്പർ ഹിറ്റ് ആവുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇപ്പോൾ എക്കോയിലാണെങ്കിലും ചിക്കനാണെങ്കിലും ഭയങ്കര അറ്റ്മോസ്ഫിയറിക് സൗണ്ടുകൾ യൂസ് ചെയ്ത സിനിമയാണ്. ഇപ്പം കളങ്കാവ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു വലിയ സ്റ്റാർ ഫിലിമാണ്. നമുക്ക് പോലെ ഒരു സ്റ്റാറിനെ കൊണ്ടുവരുന്നു, അദ്ദേഹത്തിന് മ്യൂസിക്കാണ്, അദ്ദേഹത്തെ എലിവേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് മ്യൂസിക്കുകൾ ചെയ്യാം. ഇതിൽ ചെയ്ത മ്യൂസിക്കും അതിപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ അല്ല, ഇതിൽ അങ്ങനെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് മമ്മൂക്ക അല്ലെങ്കിൽ വിനായകന് വേണ്ടിയിട്ടല്ല സ്കോർ ചെയ്തേക്കുന്നത്. പടത്തിൻ്റെ ക്യാരക്ടേഴ്സ് എന്താണോ അതിനനുസരിച്ചിട്ട് സ്കോർ ചെയ്ത് പോയേക്കുന്നത്. ഇത് കാണുമ്പോൾ എങ്ങനെയാണ് തിയേറ്ററിൽ ഹൈ വേറെ ഒരു വെറൈറ്റി പോലീസ് ഓഫീസറാണ് വിനായകൻ. ടോട്ടലി സൂപ്പർ. മമ്മൂട്ടിന്റെ ആ പെർഫോമൻസ് ഒക്കെ വേറെ ലെവലാണ്. വില്ലനിസം സൂപ്പർ. ഇതിന് അടിപൊളി വേറെ ലെവലാണ്. അടിപൊളിയാണ്. എല്ലാവരും കാണണം. തിയേറ്ററിൽ തന്നെ പോയി കാണണം. വെരി നൈസ്. പുള്ളിക്കാരൻ ഭയങ്കര ഒരു ലെവൽ പിടിച്ചിട്ട് നല്ല റിസൾട്ട് ചെയ്തു. ഇറ്റ്സ് വെരി ഗുഡ്. ഇറ്റ്സ് ലൈക്ക് മീ ആസ് എൻ ആക്ടർ ഒരുപാട് കാര്യങ്ങൾ ലൈക്ക് ഇറ്റ്സ് എ ടേക്ക് അവേ. ഇപ്പോൾ മമ്മൂക്കയുടെ ഓരോരോ ക്യാരക്ടേഴ്സ് പല രീതിയിൽ മമ്മൂക്ക എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊരു ഫേസ് ആണല്ലോ. അതിൽ ആഡഡ് ടു വൺ മോർ ഒരു ലിസ്റ്റിൽ ഒരാൾ ഒരു ക്യാരക്ടർ കൂടെ ആഡ് ചെയ്യാൻ പോലെ റിയലി പല സ്ഥലങ്ങളിലും മമ്മൂക്കയുടെ റിയാക്ഷൻസിനായിരുന്നു കൈയ്യടി. ഇത് നമ്മുടെ സ്ത്രീ സമൂഹം കാണേണ്ട സിനിമയാണ്. ഇനിയെങ്കിലും ഈ സിനിമ കണ്ടിട്ടെങ്കിലും നിങ്ങളൊന്ന് നന്നാവുമെന്ന എൻ്റെ അഭിപ്രായം. അത്ര നല്ല മെസ്സേജ് തരുന്ന സിനിമയാണ്. പ്ലീസ് ദയവ് ചെയ്ത് സിനിമ കാണും. പറഞ്ഞ പോലെ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, എൻ്റെ ഫസ്റ്റ് മൂവി കണ്ണൂർ സ്ക്വാഡാണ്. അതിനകത്ത് ഞാനിങ്ങനെ മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് ചാടി വീണ് അവിടെ നിന്ന് ഇവിടെ എത്തി മമ്മൂക്കയുടെ ഒരു നായികയായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. മമ്മൂട്ടി കമ്പനി ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ്. നമ്മൾ എക്സിബിഷനിൽ നമുക്കറിയാം മമ്മൂക്കയും വിനായകൻ്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയാണെന്ന്. പക്ഷേ ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേറെ 2 ആൾക്കാരാണ്. അവരെ തിയേറ്ററിൽ തന്നെ വന്ന് കാണും. ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് മൂവി കണ്ടു കഴിഞ്ഞിട്ട്. താങ്ക് യു. മമ്മൂക്ക ഞങ്ങൾക്കൊന്നും അറിയണ്ടായിരുന്നില്ല, പക്ഷേ അറിയായിരുന്നു മമ്മൂക്ക നെഗറ്റീവ് ക്യാരക്ടറാണെന്ന്. പക്ഷെ അങ്ങനെ അതിൻ്റെ ക്ലൈമാക്സ് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, ഫസ്റ്റ് ഷോ അല്ലേ. അപ്പോൾ അതൊന്നും അറിയണ്ടായിരുന്നില്ല. ഭയങ്കര രസമായി. ഭയങ്കര മമ്മൂക്കയുടെ ഓരോ ഭാഗങ്ങളും മൈന്യൂട്ട് ആക്ടിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ അതിനെ ഒബ്സർവ് ചെയ്യുന്ന ഒത്തിരി വർഷങ്ങളായിട്ട് മമ്മൂക്കയെ അറിയുന്ന നമുക്കെല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും ഇതൊരു വലിയൊരു സ്റ്റഡി പ്രോസസ്സ് തന്നെയാണ് മമ്മൂക്കയുടെ അഭിനയം. അതിനോട് ഒത്തു തന്നെ നിൽക്കുന്ന വിനായകൻ ചേട്ടൻ്റെ ആക്ടിങ്ങും വേറിട്ട് നിൽക്കുന്നത് ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേൺ. അടിപൊളിയായിരുന്നു. കിട്ടില്ല പരിപാടി. മമ്മൂക്കയുടെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ആ ഒരു വണ്ടർ ഈ പടത്തിനുണ്ട്. ഇത് വേറെ വിഷയം പടമാണ്. ടോട്ടൽ വെറൈറ്റി പരിപാടിയാണ്. എങ്ങനെ ഇത് വേറെ തന്നെ പരിപാടി. മമ്മൂക്ക അയാളെ സമ്മതിക്കണം. ബ്രില്യൻ പരിപാടിയാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം. കിട്ടില്ല പടമാണ്. മസ്റ്റ് വാച്ച്.